നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഇഡലിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ് ഞാൻ ഇഡലി തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് റൈസ് ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് റൈസാണ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണേലും എടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. എന്നിട്ട് അരച്ചെടുത്ത മാവ് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒത്തിരി വെള്ളം കൂടി പോകരുത്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്താൽ മതി. അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം. നമ്മളിതിലേക്ക് റവ ചേർത്തിട്ടുള്ളത് കൊണ്ട് റവ ഒന്ന് സോക്ക് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം. ഇത് നമ്മളിപ്പോൾ അടച്ച് മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. ആദ്യം ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഒരല്പം കൂടി തിക്കായി വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതിലേക്ക് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. ഈ ഒരു പാകത്തിനാണ് നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കുന്നത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഈനോയോ അല്പം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈനോയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡയോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഈനോയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈനോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ ഇതുകൊണ്ട് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കണം. നമ്മളിത് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മാറ്റി വെക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈനോയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും, നന്നായിട്ടതൊന്ന് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് മാവ്. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കുന്ന പാത്രത്തിൽ ഒരല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് തലേന്ന് തന്നെ അരിയൊക്കെ കുതിർത്ത് അരച്ച് 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് ഇതുപോലെ റവയും ചേർത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് സമയം ഒട്ടും നഷ്ടപ്പെടാണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ച് വെക്കാം. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ അരി വെള്ളത്തിലിടാനോ കുതിർത്തി വയ്ക്കാനോ ഒക്കെ മറന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഇതുപോലെ ബാക്കി വന്ന ചോറ് ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റവയോ ഒക്കെ ചേർത്ത് ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് മാത്രം നമ്മളത് സോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു സമയം മാത്രമാണ് ഇതിനകത്ത് ചിലവാകുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കത് വെന്ത് കിട്ടുകയും ചെയ്യും. ഞാൻ ആ മാവ് മുഴുവനായിട്ടും ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 15 ഇഡ്ഡലിയാണ് നമുക്ക് ഇതുകൊണ്ട് തയ്യാറാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഇനി ഞാൻ ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് ഇതിൻ്റെ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ച് അതിലേക്ക് ഈ ഇഡ്ഡലി തട്ട് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് മതി. അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി പാകമായിട്ടുണ്ടാവും. 10 മിനിറ്റ് നമ്മൾ വെച്ചപ്പോഴേക്കും തന്നെ ഇഡ്ഡലി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്നും മാറ്റാം. ഇപ്പോൾ ഇഡ്ഡലി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഓയിലൊക്കെ പുരട്ടിയിട്ട് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് നമുക്ക് ഇഡ്ഡലി ഇതുപോലെ ഇളക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമ്മൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി. നമുക്ക് സമയമില്ലാത്തപ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കേണ്ട അവസരത്തിലൊക്കെ ഇതുപോലെയൊക്കെ നമുക്ക് തയ്യാറാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കുകയും ചെയ്യാം. സമയവും നഷ്ടപ്പെടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചമ്മന്തിയോ അല്ലെങ്കിൽ സാമ്പാറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിനു വേണ്ടി സാമ്പാറാണ് തയ്യാറാക്കിയത്. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.